ഈ ഒരു ടൈമിൽ ചോദിക്കുക ജാസ്മിനായിട്ട് ഇപ്പോൾ കോണ്ടാക്ട് ഉണ്ടോ? ജാസ്മിൻ്റെ ആണെങ്കിലും എക്സിൻ്റെ മാരേജ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നല്ലോ, ഫോട്ടോസൊക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ. അപ്പം എന്താ തോന്നിയത്? ജസ്റ്റ് ചോദിക്കാം. അതായത് ഒരു ഫ്രണ്ട്ഷിപ്പിൽ ഒരു ബ്രേക്കപ്പ് നടന്നു കഴിഞ്ഞാൽ അത് അങ്ങനെ തന്നെയായിരിക്കും, പിന്നെ ഒരു പാച്ചപ്പിന് വേണ്ടിയിട്ട് ശ്രമിക്കില്ല. അങ്ങനെ നമുക്ക് ആ ഒരു ബന്ധത്തിൽ നിന്നപ്പോൾ എത്രത്തോളം മുറിവ് കിട്ടിയിട്ടുണ്ട്, നമുക്ക് എന്താണ് അതിൽ നിന്ന് കിട്ടിയ അനുഭവം, അത് വെച്ചിരിക്കും നമ്മൾ പിന്നീട് കോണ്ടാക്ട് ചെയ്യോ ഇല്ലയോ എന്നുള്ളത്. നമുക്കൊരു സന്തോഷം അളക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അളക്കാൻ പറ്റും, സ്കെയിൽ ഇട്ടിട്ട് ഇത്രയാണ് എൻ്റെ സന്തോഷം എന്ന്. അതേപോലെ തന്നെയാണ് വിഷമം എന്നും പറയണത്. അതിപ്പോൾ എൻ്റെ ഈവൻ എൻ്റെ രക്തബന്ധമാണെങ്കിൽ പോലും എനിക്ക് ആ ഒരു ഉറപ്പ് പറയാൻ പറ്റില്ല. മനുഷ്യന്മാരാണ്, മാറും. യൂട്യൂബേഴ്സിൽ കുറച്ചധികം ഫ്രണ്ട്സ് ഉണ്ടോ? അത് കൂട്ടത്തിൽ അങ്ങനെ ഇപ്പോഴും ക്ലോസ് ആയിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ? അതെന്താ യൂട്യൂബേഴ്സ് മനുഷ്യന്മാരല്ലേ? എനിക്ക് എന്താ യൂട്യൂബേഴ്സിനോട് പ്രശ്നം? ഞാൻ യൂട്യൂബർ അല്ലേ. ബിഗ് ബോസിലേക്ക് ക്ഷണിക്കപ്പെട്ടാൽ എന്തായിരിക്കും മറുപടി? 2 സീസൺസിൽ ഒന്ന് വൈൽഡ് കാർഡ് എൻട്രി ആയിട്ടും ഒരു ഇതിലും എനിക്ക് കോൾ വന്നിട്ടുണ്ട്. അത് രണ്ടും എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നു, പക്ഷെ എൻ്റെ വീട്ടുകാർക്ക് താല്പര്യം ഉണ്ടായിരുന്നു. നെഗറ്റീവ് കമന്റ്സിനോട് യാതൊരു തരത്തിലും മൈൻഡ് ചെയ്യാത്ത ഒരാളല്ലേ? അല്ല, ഞാൻ മൈൻഡ് ചെയ്യുന്ന ആണ്. എന്താ വീട്ടിൽ വന്ന് കമ്പിപ്പാര കുത്തിക്കയറ്റും എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഭയങ്കര സെക്ഷലൈസ് ചെയ്തിട്ടുള്ള ഒരു കമന്റ് വന്നിട്ടുണ്ടായിരുന്നു. ഭയങ്കരമായിട്ട് ഒരു ഞാൻ എങ്ങനെയുണ്ടായത് അങ്ങനത്തെ ഒരു ചോദ്യം. ഇത് എങ്ങനെ കുഞ്ഞുങ്ങളോട് പറഞ്ഞു കൊടുക്കും എന്നൊക്കെയുള്ളൊരു ടെൻഷൻ എല്ലാ പേരൻസിനും വരാറുണ്ട്. ലാസ്റ്റിലെ ബേബി വന്ന് ചോദിക്കണമെങ്കിൽ എന്തായിരിക്കും മറുപടി കൊടുക്കുക? നീ ഒരു പ്രാർത്ഥിച്ചിട്ടുണ്ടായ കുഞ്ഞാണെന്നോ അല്ലെങ്കിൽ അങ്ങനെ ഒരിക്കലും ഞാൻ പറയത്തില്ല. അതൊരു തെറ്റായിട്ട് ഞാൻ പറയുന്നില്ല. കാരണം ടെക്നോളജി അത്രയും വളർന്നേക്കുന്ന ഇത്രയും കാര്യങ്ങൾ അവർക്ക് ആക്സസ് ഉണ്ട്. ഇപ്പൊ എന്റെ കൂടെ ഒരു പാർട്ട്ണറിന് ജീവിക്കുമെങ്കിൽ എന്റെ എല്ലാം അറിഞ്ഞിരിക്കണം അല്ലെ, എന്റെ A to Z അറിഞ്ഞിരിക്കണം. അല്ലാണ്ട് അവിടെ മാത്രം എൻ്റെ ഒരു മുഖം ഹൈഡ് ചെയ്യാൻ പറ്റില്ല. ഞാൻ അംജുക്കാട് ദേഷ്യം അറിഞ്ഞിട്ടുണ്ട്, അംജുക്ക് എന്റെ ദേഷ്യം അറിഞ്ഞിട്ടുണ്ട്. ആ ഒരു മാരേജ് ആ ഒരു രീതിക്കാണ് നടന്നിരുന്നത്. ബാംഗ്ലൂർ വെച്ചിട്ടാണ് നടന്നിരുന്നത്. അപ്പൊ അങ്ങനെ ഞാനൊരു ജസ്റ്റ് ഒരു ഡ്രസ്സായിട്ട് അതിനെ കണ്ടിട്ടുള്ളൂ. ഞാനൊരു സിന്ദൂരം പൊട്ടിട്ട് വെച്ചിട്ട് ഞാൻ എൻ്റെ മതം കൺവേർട്ട് അല്ലെങ്കിൽ ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യമല്ല. ഒന്നാമത് ഞാൻ ബ്രേക്കപ്പ് കഴിഞ്ഞ് ഉടനെ എടുത്ത ഒരു തീരുമാനമല്ല. ഞാൻ 2 years കഴിഞ്ഞിരുന്നു ബ്രേക്കപ്പ് കഴിഞ്ഞിട്ട്, എന്നിട്ടാണ് എൻ്റെ മാരേജ് നടക്കുന്നത്. അപ്പോൾ എനിക്ക് അത്രയും ടൈം ഗ്യാപ്പ് ഉണ്ടായിരുന്നു, 2 years ഒന്ന് ഹീലാവാനും കാര്യങ്ങളൊക്കെ. ഞാൻ സോഷ്യൽ മീഡിയയിൽ അനൗൺസ് ചെയ്തത് 6 months ശേഷം തോന്നുന്നുണ്ട് ബ്രേക്കപ്പ് ആയത് അറിയിച്ചു. പക്ഷെ അതിന് മുമ്പേ ഇതായിരുന്നു. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ പ്രസൻസ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. English Cafe. We present you the perfect English. WhatsApp now 9633 888 575. ഹായ്, ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് വേറെ ആരുമല്ല, അസ്ലാം വാലിയാണ്. ഹായ്. ഹലോ. ഓ, ഭയങ്കര സന്തോഷമായിരിക്കും അല്ലേ? ഭയങ്കര ലൈഫില് ഭയങ്കര ചേഞ്ചിങ് മൊമെന്റിൽ ഇങ്ങനെ ഇരിക്കണം, അമ്മയാകാൻ പോകും. അതിന്റെ ഭയങ്കര സന്തോഷത്തില്ല. പക്ഷെ ഇന്നത്തെ ദിവസം മാത്രം ഇച്ചിരി ക്ഷീണമുള്ള ദിവസം. ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു വോൾട്ടേജ് കുറവുണ്ട്. പക്ഷെ എന്നാലും എന്താ പറയാ, ഞങ്ങൾ ഇങ്ങനെ പറയാറുണ്ടല്ലോ, അതായത് ഭയങ്കര സുന്ദരിയാണെന്നുണ്ടെങ്കിൽ ബേബി ഗേൾ ആയിരിക്കും അങ്ങനെയൊക്കെ പറയാറുണ്ടല്ലോ. എനിക്കെന്തോ അങ്ങനെ തോന്നി, ഭയങ്കര സുന്ദരിയായിട്ടാ തോന്നി. താങ്ക് യു. എങ്ങനെയുണ്ടായിരുന്നു? അതായത് UK ഉമ്മ ഉപ്പേനെ കാണാൻ വേണ്ടിട്ട് വരുന്നു, പക്ഷെ ലോക്കായി പോയി. സത്യം എന്നുവെച്ചാൽ ഒട്ടും എക്സ്പെക്ട്, ഒരാഴ്ചക്കാ വരുന്നത്. ഞാനും എൻ്റെ ഫ്രണ്ടും കൂടി വരിക. അപ്പൊ ഒട്ടും പ്രഗ്നൻസി എന്നുള്ള സംഭവം എക്സ്പെക്ട് ചെയ്യുന്നില്ല. എന്നുവെച്ചാൽ 1% പോലും ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നില്ല. പക്ഷെ വന്നു, ടെസ്റ്റ് ചെയ്ത് നോക്കി, പീരിയഡ്സിന്റെ ദിവസം ഡിലേ ആയി, ചെക്ക് ചെയ്ത് നോക്കി പ്രഗ്നന്റ് ആണെന്ന് അറിഞ്ഞ്. പിന്നെ അപ്പൊ തന്നെ ഹോസ്പിറ്റലിൽ പോയി. അപ്പൊ പിന്നെ എന്തായാലും ട്രാവൽ പറ്റില്ല എന്ന് പറഞ്ഞ് അങ്ങനെ ബെഡ് റെസ്റ്റ് ആണ് അതിന് ശേഷം. ബെഡ് റെസ്റ്റ് ആയിരുന്നു. എന്നുവെച്ചാൽ ചെറിയൊരു ഇന്റേണൽ ബ്ലീഡിങ് ഉണ്ടായിരുന്നു, ലോ ലൈങ് പ്ലസന്റ് ആയിരുന്നു. പക്ഷെ ഇപ്പൊ ലാസ്റ്റ് സ്കാൻ കഴിഞ്ഞപ്പോ എല്ലാം ഓക്കെ ആയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ഇനി അധികം ബെഡ് റെസ്റ്റ് ഒന്നും ആവശ്യമൊന്നുമില്ല. കുറച്ചൊക്കെ ട്രാവൽ ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് ട്രാവൽ ഒക്കെ ചെയ്തോ? അതായത് കേട്ടപ്പോ തന്നെ അല്ല, ഞാൻ കൊറേ ആയി പുറത്തൊക്കെ ഇറങ്ങിയിട്ട്. അല്ലെങ്കിൽ പുറത്തിറങ്ങിയാൽ തന്നെ വീടിന്റെ തൊട്ടടുത്തൊക്കെ പോകുന്നുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇപ്പോൾ ജസ്റ്റ് നമ്മുടെ ബയോലൂമിനസൻസ് കാണുന്നത് എൻ്റെ പണ്ടൊട്ടേയുള്ള ഭയങ്കര ആഗ്രഹമായിരുന്നു. അങ്ങനെ അത് ഇന്നലെ പോയി കണ്ട് തിരിച്ചു വന്നു. അതപ്പോൾ ആകെ പോയത്. അതെ. അപ്പം നമ്മൾക്ക് ഈ ഗേൾസിന് എനിക്ക് തോന്നുന്നു ഓൾറെഡി ഭയങ്കര സ്നേഹമുള്ള ഒരാളെ എപ്പോഴും അടുത്ത് വേണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് എപ്പോഴും. കൂട്ടത്തിൽ ഇങ്ങനെയും കൂടി ഇരിക്കുന്നു. അംജുക്കാനെ ശരിക്കും മിസ് ചെയ്യുന്നുണ്ടാവും. ഉറപ്പായിട്ടും അത് ഓഫ് കോഴ്സ് മിസ് ചെയ്യുമല്ലോ. കാരണം ഒന്നാമത് ഈ ഒരു സമയത്താണ് നമുക്ക് ഏറ്റവും കൂടുതൽ നമുക്ക് വേണ്ട ഒരു ടൈം എന്ന് പറയുന്നത്. ഇപ്പോ സ്നേഹിക്കുന്നവർ കുറെ പേരുണ്ട്, കെയർ ചെയ്യുന്നതൊക്കെ ഉപ്പയുണ്ട്, ഉമ്മ ഉണ്ട്, എൻ്റെ ആന്റിമാരും അങ്കിൾമാരും ഒക്കെ ഉണ്ട്. എന്നിരുന്നാൽ പോലും നമ്മൾ ഹസ്ബൻഡ് മിസ്സിംഗ് എന്ന് പറയുന്നത് അതൊരു വലിയൊരു മിസ്സിംഗ് ആണല്ലോ. അതെ. ഇതിപ്പം അഞ്ചുക്ക ഒരു 10 ദിവസത്തേക്ക് വന്നു. ഇനി
ഉടനെ തന്നെ വരുമോ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവുമോ? അംജുക്കാക്ക് എന്തായാലും ഡെലിവറിയുടെ ടൈമിൽ വരണം. അപ്പോ ഇപ്പൊ എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോ ഡെലിവറിയുടെ ടൈമിൽ അധികം നിൽക്കാനൊന്നും പറ്റില്ല, ചിലപ്പോ ലീവ് കിട്ടിയില്ല എന്ന് വരും. അപ്പോ എന്തായാലും ആ സമയത്ത് വരും. അതെ. ഇപ്പം ഇനിയിപ്പം വേറൊരു ഫേസിലേക്ക് കടക്കാൻ പോകുന്നു, ബേബി ആവാൻ പോകുന്നു, ഫാമിലി കംപ്ലീറ്റ് ആവാൻ പോകുന്നു. എന്താ പറയാ, ആ ഒരു കാര്യം ഇപ്പം അസ്ലേന്റെ ഫാമിലിനെ അറിയിച്ചപ്പോഴാണെങ്കിൽ അംജുക്കാന്റെ ഫാമിലി അറിയിപ്പിച്ചുള്ള റിയാക്ഷൻ എങ്ങനെയായിരുന്നു? ഒന്നാമത് രണ്ട് ഫാമിലിയും ശരിക്കും പറഞ്ഞാൽ ഭയങ്കര അവരാഗ്രഹിച്ചിരുന്നിരുന്ന ഒരു കാര്യം തന്നെയാണ് ഞങ്ങൾക്ക് ബേബി ആവാന്നുള്ളത്. ഒരുപക്ഷെ ഞങ്ങളെക്കാളും കൂടുതൽ വെയിറ്റ് ചെയ്തിരുന്നായിരുന്നു അംജുക്കാടെ പപ്പയും മമ്മിയാണെങ്കിലും എൻ്റെ ഉമ്മയും ഉപ്പയാണെങ്കിലും. അപ്പൊ അവർക്കിത് കേട്ടപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു. കാരണം ഇപ്പൊ എൻ്റെ ഉമ്മയാണെങ്കിലും ഇപ്പൊ ഞങ്ങൾ ആക്ച്വലി 2 years അതാണ് നമ്മളുടെ ഒരു പ്ലാൻ ഉണ്ടായിരുന്നത്. 2 years എന്ന് പക്ഷെ അതിന് മുമ്പായി കഴിഞ്ഞാൽ ഹാപ്പി, അങ്ങനെയാണ് ഞങ്ങൾ വിചാരിച്ചിരുന്നത്. വേണ്ട എന്നുള്ള രീതിയിലില്ല. ഇല്ല ഞങ്ങൾക്ക് ആദ്യത്തെ എന്തായാലും 1 year ഞങ്ങൾ വേണ്ടാന്ന് വെച്ചിട്ട് തന്നെയായിരുന്നു. അത് കഴിഞ്ഞപ്പോ നമ്മൾക്ക് ആവെങ്കിൽ ആവട്ടെ എന്നുള്ളൊരു ഇത് തന്നെയായിരുന്നു. പക്ഷെ പാരന്റ്സ് ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് ആവണമെന്നുള്ളൊരു ഭയങ്കര ഒരു സന്തോഷമായിരുന്നു രണ്ട് ഫാമിലിക്കും. ഈ അംജുക്ക വരുന്ന ആ ഒരു വീഡിയോയിലാണെങ്കിൽ തന്നെയും എല്ലാവരുടെയും ഒരു ഇതെന്ന് വെച്ചാൽ അംജുക്കാരുടെ ഫാമിലി എന്താ വരാഞ്ഞേ, കാണണമെന്നുണ്ടായിരുന്നില്ലേ, അങ്ങനെയൊക്കെ ഒരു കൺസേൺ പറയുന്നുണ്ട്. ഞാന് സോഷ്യൽ മീഡിയയിൽ എല്ലാം ഇടുന്നില്ല, A to Z സാധനങ്ങൾ ഇടുന്നില്ല. ഇപ്പൊ ഒരാഴ്ചയായിട്ട് ഞാൻ 4th month ആയപ്പോ തൊട്ടിട്ടേ ഞാൻ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആവുന്നുള്ളൂ. അതിനു മുമ്പ് ഇപ്പൊ ഞാൻ പ്രഗ്നന്റ് ആയിട്ട് തന്നെ ഞാൻ ഇട്ടത് 3 വ്ളോഗാന്ന് തോന്നുന്നുണ്ട് മൊത്തത്തിൽ പ്രഗ്നന്റ് ആന്നുള്ളത്, പിന്നെ ഇപ്പത്തെ എന്താ അവസ്ഥ എന്നുള്ളത്. പിന്നെ എല്ലാവരും അംജുക്കാട് റിയാക്ഷൻ ചോദിച്ചോണ്ട് അംജുക്കാട് റിയാക്ഷൻ. അതെ. പിന്നെ അംജുക്കാടെ പാരന്റ്സ് ഓഫ് കോഴ്സ് വരാതിരിക്കില്ലല്ലോ, കാരണം വീട്ടിലത്തെ മൂത്ത മോന്റെ വൈഫ് പ്രഗ്നന്റ് ആയത്. പക്ഷെ നമ്മൾ ഒരു ദിവസത്തേക്കായി വരുമ്പോൾ നമ്മൾ ഒരിക്കലും വീഡിയോ തുറന്നു വെച്ച് ഒരു വ്ളോഗിനുള്ള ഒരു കണ്ടന്റ് ആയിട്ട് എല്ലാവരും വരുന്നത്. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പപ്പയും മമ്മിയും എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയ ആയിട്ട് പഴക്കമുള്ള ഒരു പരിചയമുള്ള ആൾക്കാരല്ല. അപ്പൊ അവർക്കും ഞാൻ അവരെ കംഫർട്ടബിൾ ആയിട്ടുള്ളത് നോക്കണം. പിന്നെ എനിക്ക് ആ സമയത്ത് എടുക്കാൻ തോന്നിയില്ല. വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അംജുക്കാടെ സിസ്റ്റർ ഇപ്പൊ മാരേജ് കഴിഞ്ഞത് സെയിം ടൈം എന്നെ പോലെ തന്നെ പ്രഗ്നന്റ് ആയിട്ടിരിക്കുകയാണ്. അപ്പൊ അമ്മും വീട്ടിലുണ്ട്. അപ്പൊ ഒരു ദിവസമൊക്കെ നമുക്ക് ഇവിടേക്ക് വരാൻ പറ്റില്ല, ട്രിവാൻഡ്രവും തൃശ്ശൂരാണ് ഡിഫറൻസ്. അപ്പം അമ്മൂനെ ഒറ്റക്കാക്കിയിട്ട് വരാൻ പറ്റില്ല, എനിക്ക് അങ്ങോട്ടും പോകാൻ പറ്റില്ല. ആ ഒരു രീതിക്ക് സ്റ്റക്കായി നിൽക്കുന്നു. വന്ന് ഹാപ്പിയാണ്, എന്നും വിളിക്കും, അങ്ങനെയൊക്കെ. എല്ലാവർക്കും പിന്നെ അങ്ങനെ ഒരു എന്തെങ്കിലുമൊക്കെ അറിയണം എന്നുള്ളൊരു ടെൻഡൻസി ഉണ്ട്. അല്ല, അത് അവരെ കുറ്റം വേണ്ടും കാര്യമില്ല. നമ്മളെല്ലാം സോഷ്യൽ മീഡിയയിൽ എല്ലാ വിശേഷങ്ങളും പറയും എന്ന് വിചാരിച്ചിരിക്കുന്നവരായിരിക്കും. അപ്പൊ അവർക്കൊരു എക്സ്പെക്ടേഷൻ. പക്ഷെ ഞാൻ എല്ലാം ഒന്നും ഞാൻ പറയുന്ന കാര്യങ്ങളും ഇല്ല. ചിലപ്പോൾ കമന്റ്സ് ഒക്കെ വരുമ്പോൾ റിപ്ലൈ കൊടുക്കുമ്പോൾ വന്നിരുന്നു എന്നുള്ളത്. പക്ഷെ എല്ലാവരും വ്ളോഗ് ആക്കിയിടാന്ന് പറയുന്നത് അതൊരു ചടങ്ങുള്ള കാര്യമാണ്. അല്ല, അത് പൊതുവേ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ, കൂടുതൽ യൂട്യൂബേഴ്സ് പ്രഗ്നന്റ് ആകുമ്പോൾ ഒരു ഫസ്റ്റ് ഡേ തൊട്ട് എല്ലാ കാര്യങ്ങളും എനിക്ക് തോന്നുന്നു ആ ഒരു ടൈമിലായിരിക്കും ഏറ്റവും കൂടുതൽ വ്യൂസ് ഇവർക്ക് കിട്ടുക എന്നുള്ളൊരു സാധനം. അപ്പം ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നതൊക്കെ ഈ പ്രഗ്നന്റ് ആയിട്ടിരിക്കുമ്പോൾ ഓരോരോ വിശേഷങ്ങൾ അപ് ടു ഡേറ്റ് ആയിട്ട് അവർ കൊടുക്കാറുണ്ട്. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും അസ്ലയുടെ അടുത്ത് നിന്ന് അവർ ഇത് എക്സ്പെക്ട് ചെയ്യുന്നത്. അതെ, എക്സ്പെക്ട് ചെയ്യുന്നുണ്ടായിരിക്കും. പിന്നെ ഇപ്പൊ എല്ലാരും കണ്ട് പപ്പാനെയും മമ്മീനെയും മാത്രം കണ്ടില്ല. പിന്നെ ഇപ്പോഴേ അംജുക്കാടെ വൈഫ് സിസ്റ്റർ പ്രഗ്നന്റ് ആണെന്ന് ഇപ്പോഴാണ് ഞാൻ ഇവിടെ പറയുന്നത്. അപ്പോൾ അമ്മൂന്റെ മമ്മിയും പപ്പയും അവിടെ ഉണ്ട്, ഇവിടെ ഇതുണ്ട്. സിസ്റ്ററിന്റെ മാരേജിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ അന്ന് ആ ഒരു മാരേജിന്റെ ടൈമിൽ സിന്ദൂരം ഒക്കെ ഇട്ടു, അംജുക്ക വന്നില്ല, അതിന് ഇന്റർകാസ്റ്റ് മാരേജ് ആയതുകൊണ്ടാണ് അംജുക്ക വരാഞ്ഞത്, പിന്നെ ഈ സിന്ദൂരം ഇട്ടത് ശരിയാണോ എന്നൊക്കെ തരത്തിലുള്ള കമന്റ്സ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. എങ്ങനെയായിരുന്നു അത് ഫേസ് ചെയ്യുന്നത്? എനിക്ക് റിലീജിയസ് ആയിട്ട് അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ എന്നെ കൊണ്ട് സംസാരിച്ചാൽ കൂടൊന്നുമല്ല, എനിക്ക് സംസാരിക്കാനും താല്പര്യമില്ല. ശരിയാണോ അല്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അങ്ങനെ സിന്ദൂരം ഇട്ട് നടക്കുന്ന ഒരാളോ പൊട്ടിട്ട് നടക്കുന്ന ആളോ അതെനിക്ക് അതിനോട് എതിർപ്പുണ്ടായിട്ടോ അല്ലാണ്ട് കാര്യങ്ങളൊന്നുമില്ല. ഞാനൊരു സിന്ദൂരം പൊട്ടിട്ട് വെച്ചിട്ട് ഞാൻ എൻ്റെ മതം കൺവേർട്ട് അല്ലെങ്കിൽ ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യമല്ല. ആ ഒരു മാരേജ് ആ ഒരു രീതിക്കാണ് നടന്നിരുന്നത്. ബാംഗ്ലൂർ വെച്ചിട്ടാണ് നടന്നിരുന്നത്. അപ്പൊ അങ്ങനെ ഞാനൊരു ജസ്റ്റ് ഒരു ഡ്രസ്സായിട്ട് അതിനെ കണ്ടിട്ടുള്ളൂ, ഒരു ജസ്റ്റ് എൻ്റെ ഒരു അറ്റയർ, അത്രയും മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. പിന്നെ അംജുക്ക എന്ന് വെച്ച് കഴിഞ്ഞാൽ അംജുക്ക ഫാമിലി എന്നൊക്കെ പറയുന്നത് അവർ അത്രയും എന്താ പറയാ, അമ്മൂന്നാണ് വിളിക്കുന്നത്. അമ്മൂനൊക്കെ വേണ്ടിയിട്ട് അംജുക്ക മരിക്കും. അങ്ങനത്തെ അംജുക്കാക്ക് കല്യാണത്തിന് വരാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അത്രക്കും സങ്കടം ഉണ്ടായി. ഇപ്പൊ ഞാൻ പ്രഗ്നന്റ് ആയിട്ട് വരെ 10 ദിവസത്തേക്ക് അംജുക്കാക്ക് വരാൻ പറ്റുള്ളൂ. 10 days ലീവ് കിട്ടിയുള്ളൂ. അത് ഓരോ സർക്കംസ്റ്റാൻസസ് ആണ്. നമുക്ക് പെട്ടെന്ന് ഇതായി കഴിഞ്ഞാൽ നമുക്ക് ലീവ് കിട്ടി വരാനുള്ള ഒരു സാഹചര്യം ഇല്ല.
കാരണം ഒന്നാമത് ദുബായ് ഒക്കെ ആണെങ്കിൽ എന്നാലും നമുക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് വരാൻ പറ്റും. പക്ഷെ UK എന്ന് പറയുന്ന ഒരു സ്ഥലമൊക്കെ നമുക്ക് അങ്ങനെ പെട്ടെന്ന് വിചാരിച്ചാൽ വരുന്നതോ നടക്കുന്നതല്ല, അതുകൊണ്ട് വരാൻ പറ്റിയില്ല. അത്രേ ഉള്ളൂ. കൂടുതൽ ഓവറായിട്ട് ടെൻഷൻ ആവണ്ട. എനിക്കതൊരു ടെൻഷൻ ഇല്ല, കാരണം എനിക്കറിയാലോ അല്ല, കാണുന്നവർക്ക് അതെ, കാരണം വന്നില്ലാന്ന് പറഞ്ഞിട്ട് എനിക്കതൊരു അത് ആൾക്കാർക്ക് ഒരു ക്യൂരിയോസിറ്റി ആവേണ്ട ആവശ്യമേ ഇല്ല എന്ന് എനിക്ക് തോന്നുന്നു. കാരണം അല്ലെങ്കിൽ എനിക്ക് തന്നെ വരേണ്ട ആവശ്യമില്ല. ഞാൻ ഇതിന് പിന്നെ UK നിന്ന് ഇങ്ങോട്ട് വന്നെ, അംജുകാക്ക് വരാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ UK നിന്ന് ഞാൻ വന്നു മാത്രമേ ഉള്ളൂ. അത്രേ ഉള്ളൂ. ഓക്കെ. ഇപ്പം അംജുക്കാനെ പറ്റി പറയുന്നത് വെച്ചാൽ നമുക്കിങ്ങനെ ഫസ്റ്റ് തന്നെ ഒരു അസ്ലി ഒരു ബ്രേക്കപ്പിലൂടെയൊക്കെ കടന്നു പോയി കഴിഞ്ഞിട്ട് പിന്നെ നമുക്കിങ്ങനെ അംജുക്കായിട്ട് ഒരു റിലേഷൻഷിപ്പ് ആണെന്ന് കണ്ടപ്പോൾ വീഡിയോസ് ഒക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു. കാരണം അതുവരെ ഭയങ്കര സൈലന്റ് മോഡിൽ പൊയ്ക്കൊണ്ടിരുന്ന ഒരാളുടെ ഹാപ്പിനെസ്, എന്താ പറയുക, നമ്മുടെ ചിരിയൊക്കെ തിരിച്ചു കൊണ്ടുവന്ന ഒരാളെന്നൊക്കെ പറയുന്ന തരത്തിലേക്കായിരുന്നു അംജുക്കാനെ അസ്ലി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അതായത് എന്തായാലും ഒരു ബ്രേക്കപ്പ് ഒക്കെ കഴിഞ്ഞിട്ട് വരുമ്പോഴത്തേക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ടായിരിക്കും. ഒരാളെ മീറ്റ് ചെയ്യുമ്പോൾ ഇത് കല്യാണത്തിലേക്ക് എത്തുക എന്ന് പറഞ്ഞാൽ ഭയങ്കര വലിയൊരു ഡിസിഷനും കൂടിയാ. എങ്ങനെയാ മനസ്സിലായേ? ഒന്നാമത് ഞാൻ ബ്രേക്കപ്പ് കഴിഞ്ഞ് ഉടനെ എടുത്ത ഒരു തീരുമാനമല്ല. ഞാൻ 2 years കഴിഞ്ഞിരുന്നു ബ്രേക്കപ്പ് കഴിഞ്ഞിട്ട്, എന്നിട്ടാണ് എൻ്റെ മാരേജ് നടക്കുന്നത്. അപ്പോൾ എനിക്ക് അത്രയും ടൈം ഗ്യാപ്പ് ഉണ്ടായിരുന്നു, 2 years ഒന്ന് ഹീൽ ആവാനും കാര്യങ്ങളൊക്കെ. ഞാൻ സോഷ്യൽ മീഡിയയിൽ അനൗൺസ് ചെയ്തത് 6 months ശേഷം തോന്നുന്നുണ്ട് ബ്രേക്കപ്പ് ആയത് അറിയിച്ചു. പക്ഷെ അതിന് മുമ്പേ ഇതായിരുന്നു. അപ്പോൾ എനിക്കപ്പോൾ ഞാൻ നല്ലപോലെ ഹീലായിരുന്നു, എന്നിട്ട് മാത്രമേ ഞാൻ ഒരു മാരേജിന് പ്രിപ്പയർഡ് ആയിരുന്നു. അംജുക്ക എന്നുള്ളൊരു ആള് ലൈഫിലേക്ക് വരുമ്പോൾ എനിക്കൊന്നും അറിയത്തില്ല. അറേഞ്ച് മാരേജ്, പ്രോപ്പർ മാട്രിമോണിന്ന് കണ്ട് എൻ്റെ പാരൻസ് ആയിട്ട് കണ്ടെത്തി അങ്ങനെ ഒരു മാരേജ് ആയിരുന്നു. ഞങ്ങളാണെങ്കിൽ നേരി കണ്ടിട്ട് പോലുമില്ല. എനിക്ക് അങ്ങനെ നേരി കാണണം എന്ന് തോന്നുന്നു. ഞങ്ങൾ വീഡിയോ കോളും ചാറ്റൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എനിക്കങ്ങനെ എന്താ പറയുക, ആളെങ്ങനെയാണ്, ആ വ്യക്തി എന്നോട് നല്ല ഓപ്പണായി സംസാരിക്കുന്നുണ്ടോ, എങ്ങനെയാണ്, എനിക്ക് ഞങ്ങൾ തമ്മിലൊരു വൈബ് സെറ്റ് ആവുന്നുണ്ടോ എന്ന് മാത്രമേ ഞാൻ നോക്കിയിട്ടുള്ളൂ. വേറെ ഒന്നും പ്രത്യേകിച്ച് ഞാൻ നോക്കിയിട്ടില്ല. എനിക്ക് ഓക്കെ ആണെന്ന് തോന്നി. ഞങ്ങൾ പെട്ടെന്ന് തന്നെ ആയിരുന്നു കല്യാണം. പരിചയപ്പെട്ട് 2 months ഉള്ളിൽ തന്നെ ഫെബ്രുവരിയിൽ പരിചയപ്പെട്ട് ജൂണിൽ കല്യാണം. ആ ഒരു ഗ്യാപ്പിൽ കല്യാണം കഴിഞ്ഞു. അതായത് കല്യാണത്തിന് മുമ്പ് സ്വാഭാവികം എല്ലാ പെൺകുട്ടികൾക്ക് എല്ലാവർക്കും ഒരു ടെൻഷൻ ഉണ്ടല്ലോ. അയ്യോ, ഞാൻ എടുത്ത ഡിസിഷൻ കറക്റ്റ് ആയിരിക്കുമോ, ഞാൻ എന്തായിരിക്കും ചെന്നിട്ട് അത് ഓക്കെ ആയിരിക്കും ഈ ഒരു ലൈഫ്. എനിക്ക് പ്രത്യേകിച്ച് അസ്ലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു എന്താ പറയുക, പൊതുവെ പെൺപിള്ളേർ പറയാൻ മടിക്കുന്ന കാര്യങ്ങൾ തുറന്ന് പറയുന്ന ഒരു കണ്ടന്റ് ക്രിയേറ്ററും കൂടി. അപ്പോഴത്തേക്ക് ഇതൊക്കെ എന്നെ എൻ്റെ ലൈഫിൽ കുറേ ചേഞ്ചസ് കൊണ്ടുവരും, അങ്ങനെയൊക്കെ ടെൻഷൻ ഉണ്ടായിരുന്നു. എനിക്ക് അങ്ങനെയൊന്നുമില്ല. ലൈഫിൽ ചേഞ്ചസ് വരും എന്നുള്ളത് 100% ഉറപ്പുള്ളൊരു കാര്യമായിരുന്നു. പിന്നെ ഡിസിഷൻ തെറ്റാണോ ഇല്ലേ എന്നുള്ളതൊന്നും എനിക്കറിയില്ല. കാരണം ഇപ്പം ഞാൻ എടുത്ത എല്ലാ ഡിസിഷൻസ് ഒന്നും ശരിയുള്ള ഡിസിഷൻസ് ഒന്നും അല്ല. കുറേ പാളിപ്പോയിട്ടുണ്ട്, കുറേ ശരിയായിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മാരേജ് എന്നുള്ളത് എനിക്ക് എന്താണോ വിധിച്ചേക്കുന്നത് അതേ എനിക്ക് കിട്ടത്തുള്ളൂ. അതിപ്പോൾ ഞാനിങ്ങനെ എത്ര ചകഞ്ഞ് നോക്കിയാലും എത്ര നോക്കിക്കഴിഞ്ഞാലും അല്ല എനിക്ക് എന്താണോ വിധിച്ചേക്കുന്നത് അതേ എനിക്ക് ഉണ്ടാകത്തുള്ളൂ ലൈഫിൽ. അതുകൊണ്ട് എനിക്ക് അങ്ങനെ ഒരു ടെൻഷനൊന്നും ഉണ്ടായിരുന്നില്ല. വരുന്നിടത്ത് വെച്ച് കാണാ എന്നൊരു സാധനം മാത്രമേ എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ. അല്ലേ? പിന്നെ എനിക്ക് പേഴ്സണലി എന്താ പറയുക, ബേബി വരുന്നെന്ന് തോന്നിയപ്പോൾ ഫസ്റ്റ് തന്നെ മൈൻഡിലേക്ക് വന്നൊരു ചോദ്യം എന്ന് വെച്ചാൽ, നമ്മുടെ പേരൻസ് ഏറ്റവും കൂടുതൽ ഡിഫിക്കൽട്ടായിട്ട് അത് ആ ഒരു സിറ്റുവേഷൻ ഡിഫിക്കൽട്ടായിട്ട് തോന്നുന്നുണ്ടോയെന്ന് വെച്ചാൽ കുട്ടികൾ വന്നിട്ട് ചോദിക്കുന്നത് ഞാൻ എങ്ങനെയാണ് ഉണ്ടായത്, അങ്ങനത്തെ ഒരു ചോദ്യം. ഇത് എങ്ങനെ കുഞ്ഞുങ്ങളോട് പറഞ്ഞു കൊടുക്കും എന്നൊക്കെയുള്ളൊരു ടെൻഷൻ എല്ലാ പേരൻസിനും വേണം. ഫാസ്റ്റ്ലേൻ്റെ ബേബി വന്ന് ചോദിക്കണമെങ്കിൽ എന്തായിരിക്കും മറുപടി കൊടുക്കുക? അത് കുട്ടിയുടെ ഏജ് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ആ കുഞ്ഞ് ഏത് വയസ്സിൽ എന്നോട് വന്ന് ചോദിക്കണേയിരിക്കും. ഇപ്പോൾ ഒരു 10 വയസ്സ് ഒരു 12 വയസ്സിലാണ് ആ കുട്ടി വന്ന് ചോദിക്കണമെങ്കിൽ ഞാൻ ഒരിക്കലും എന്തായാലും നീ ഒരു പ്രാർത്ഥിച്ചിട്ടുണ്ടായ കുഞ്ഞാണെന്നോ അല്ലെങ്കിൽ അങ്ങനെ ഒരിക്കലും ഞാൻ പറയത്തില്ല. അങ്ങനെയല്ല ശരിക്കും ഉണ്ടാവും. നോക്കി, പ്രാർത്ഥന ഒരു ഫാക്ടർ ആണെങ്കിലും എന്ന് വെച്ചിട്ട് ഞാൻ കംപ്ലീറ്റ് ഒരു പ്രോസസ്സ് പറഞ്ഞു കൊടുക്കാനും പോകുന്നില്ല. മറിച്ച് എന്താണോ ആ കുട്ടിയുടെ ബ്രെയിനിൽ കയറുന്ന ആ സമയത്ത് ആ കുട്ടിക്ക് എന്താണോ മനസ്സിലാവുന്നത്, എന്നാൽ അതിൽ എന്തെങ്കിലും കഴമ്പുണ്ടെങ്കിൽ അച്ഛൻ്റെ അമ്മയുടെ സ്നേഹത്തിലോ എന്തോ ആണെന്ന് പറഞ്ഞാൽ അതാവും ഞാൻ പറഞ്ഞു കൊടുക്കുന്നത്. അത് ഓരോ കുഞ്ഞുങ്ങളുടെ ഏജ് വെച്ച് നോക്കിയിരിക്കും. പിന്നെ എനിക്കിപ്പോൾ തോന്നുന്നത് ഇപ്പോഴത്തെ കുട്ടികൾക്ക് പ്രത്യേകിച്ച് ഒന്നും പഠിപ്പിച്ചു കൊടുക്കേണ്ട ആവശ്യം വരില്ല എന്നാണ് തോന്നുന്നത്. കാരണം ഇപ്പൊ കാണുന്ന കുട്ടികൾ നമ്മളെക്കാളും അഡ്വാൻസ്ഡ് ആയിട്ട് എനിക്ക് തോന്നുന്നത്. അതൊരു തെറ്റായിട്ട് ഞാൻ പറയുന്നില്ല, കാരണം ടെക്നോളജി അത്രയും വളർന്നേക്കുന്ന അത്രയും കാര്യങ്ങൾ അവർക്ക് ആക്സസ് ഉണ്ട്. അതുകൊണ്ട് ഇപ്പൊ ആർക്കും അമ്മമാർക്കും അച്ഛന്മാർക്കും ആ ഒരു ടെൻഷൻ ഇനി വരുന്ന ജനറേഷൻ ഉണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നില്ല. അതെ. ഫ്രണ്ട്സിനെ പറ്റി പറഞ്ഞപ്പോഴാണ് ഞാൻ ജസ്റ്റ് ചോദിക്കുകയാണ്, യൂട്യൂബേഴ്സിൽ കുറച്ചധികം ഫ്രണ്ട്സ് ഉണ്ടോ? അത് കൂട്ടത്തിൽ അങ്ങനെ ഇപ്പോഴും ക്ലോസ് ആയിട്ടുള്ള ആരെങ്കിലും? അതെന്താ, യൂട്യൂബേഴ്സ് മനുഷ്യന്മാരാണല്ലേ? എനിക്കെന്താ യൂട്യൂബേഴ്സിനോട് പ്രശ്നം? ഞാൻ യൂട്യൂബർ അല്ലേ? യൂട്യൂബറിന് എന്ത് ഞാൻ മാറ്റി നിർത്തുന്നു? അങ്ങനെയല്ല, എന്ന് വെച്ചാല് ഓക്കെ, ഇത് കൂടുതലും നമ്മൾ എന്തെങ്കിലും ഒരു മീറ്റപ്പോ കാര്യങ്ങളൊക്കെ വരുമ്പോഴല്ലേ ഉറപ്പായിട്ടും യൂട്യൂബിൽ എനിക്ക് കുറെ നല്ല സുഹൃത്തുക്കളുണ്ട്. എന്ന് വെച്ചാൽ എന്നും കാണുന്നില്ല, എന്നും വിളിക്കുന്നില്ല എന്നുണ്ടെങ്കിലും വളരെ നല്ല സുഹൃത്തുക്കൾ യൂട്യൂബിൽ എനിക്കുണ്ട്. എൻ്റെ ഇപ്പൊ സ്കൂളും കോളേജും അല്ലെങ്കിൽ എന്താ പറയാ യൂട്യൂബ് അല്ലാതെ ഇപ്പം ഞാൻ ഇപ്പൊ UK എനിക്ക് കുറച്ച്
ബഞ്ച് ഓഫ് നല്ല ഫ്രണ്ട്സ് ഉണ്ട്. അപ്പോൾ അവരൊക്കെ ഞാൻ ചിലപ്പോൾ ഡെയിലി വിളിക്കുന്നുണ്ടായിരിക്കും. അതേപോലെ ഒരു ഡെയിലി കോൺടാക്റ്റ് ചിലപ്പോൾ ഉണ്ടായിരിക്കില്ല, എന്നാലും എനിക്ക് ഡെയിലി കോൺടാക്റ്റ് ഉള്ള കുറച്ച് യൂട്യൂബിലുള്ള കുറച്ച് നല്ല സൗഹൃദങ്ങളും എനിക്കുണ്ട്. ഈ ഒരു ടൈമിൽ ചോദിക്കുക, ജാസ്മിനായിട്ട് ഇപ്പോൾ കോണ്ടാക്ട് ഉണ്ടോ? ഇല്ല, കോണ്ടാക്ട് ഇല്ല. ഇല്ല. ജാസ്മിൻ ആ ഒരു ടൈമിൽ ഗ്ലാമി ഗംഗ ആ ടൈമിലൊക്കെ നിങ്ങൾ അത്യാവശ്യം ആ ഒരു ചെറിയൊരു ഇഷ്യൂ പോലെ വന്നിട്ട് അതായത് അപ്പം അതിനുശേഷം ഒരു പാച്ചപ്പോ അങ്ങനെയൊന്നും? ഗംഗനൊക്കെ ആയിട്ട് കോണ്ടാക്ട് ഉണ്ട്. ഓ, ഗംഗനായിട്ട് ഇപ്പൊ ഇന്നലെയും കൂടി ഞാൻ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ഗംഗനായിട്ട് കോണ്ടാക്ട് ഉണ്ട്. ജാസ്മിനായിട്ട് കോണ്ടാക്ട് ഉണ്ടോ ചോദിച്ചാൽ ജാസ്മിനായിട്ട് കോണ്ടാക്ട് ഇല്ല. ഇപ്പം ഈ അടുത്ത് ജാസ്മിൻ്റെ ആണെങ്കിലും എക്സിന്റെ മാരേജ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നല്ലോ, ഫോട്ടോസൊക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ. അപ്പൊ എന്താ തോന്നിയേ എന്ന് വെച്ചാല് കണക്റ്റഡ് ആയിട്ടിരുന്നു എന്നുള്ളൊരു? ആ വ്യക്തിയുടെ മാരേജ് കണ്ടിട്ട് എനിക്കെന്ത് തോന്നാല, എൻ്റെ എക്സ് ഒന്നും ഇല്ലല്ലോ, എനിക്കറിയില്ല ആരും മാരേജിനെ കുറിച്ചിട്ടാന്ന് എനിക്കറിയില്ല എക്സ് എന്ന് ഉദ്ദേശിച്ചു. പക്ഷെ ഞാൻ ഇപ്പൊ യൂട്യൂബ് തംബ്നെയിൽസ് കണ്ടിട്ട് വെച്ചിട്ടുള്ളത് ഞാൻ പറയാം, ആളുടെ കല്യാണം കഴിഞ്ഞില്ല ഇപ്പൊ എനിക്ക് എന്ത് തോന്നാനാ, ഞാൻ എന്താ നിങ്ങളെ കാണുന്ന പോലെ തന്നെ ഞാൻ വീഡിയോസ് ഇരുന്ന് കണ്ടു, സാധനങ്ങൾ കണ്ടു, എനിക്ക് പ്രത്യേകിച്ച് ഒന്നും തോന്നിയില്ല അതിൽ കണ്ടിട്ട്. ജസ്റ്റ് ചോദിക്കാം, അതായത് ഒരു ഫ്രണ്ട്ഷിപ്പിൽ ഒരു ബ്രേക്കപ്പ് നടന്നു കഴിഞ്ഞാൽ അത് അങ്ങനെ തന്നെ ആയിരിക്കും, പിന്നെ ഒരു പാച്ചപ്പിന് വേണ്ടിയിട്ട് ശ്രമിക്കില്ലേ, അങ്ങനെയാണോ? അത് നമുക്ക് ഓരോ ഇപ്പം ഞാൻ പറഞ്ഞുതരാം, ഇപ്പോൾ ഓരോ ബന്ധങ്ങൾ ഇപ്പം ഞാൻ എൻ്റെ സ്കൂളിലും കോളേജിലൊക്കെ ചിലപ്പോൾ പല ബന്ധങ്ങൾ നമ്മൾ ചിലപ്പോൾ വഴക്കിട്ട് പോയിട്ടുണ്ടാവും, കാര്യങ്ങളുണ്ടാവും. അത് കുറേ വർഷങ്ങൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ പാച്ചപ്പ് ആയിട്ടും ഉണ്ട്. അത് ഓരോ റിലേഷൻഷിപ്പ്, ഞാൻ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നില്ല, ഇപ്പോൾ ചിലപ്പോൾ നമ്മൾ ഏത് തരം റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ, നമുക്ക് ആ ഒരു ബന്ധത്തിൽ നിന്നപ്പോൾ എത്രത്തോളം മുറിവ് കിട്ടിയിട്ടുണ്ട്, നമുക്ക് എന്താണ് അതിൽ നിന്ന് കിട്ടിയ അനുഭവം, അത് വെച്ചിരിക്കും നമ്മൾ പിന്നീട് കോണ്ടാക്ട് ചെയ്യോ ഇല്ലയോ എന്നുള്ളത്. അല്ലാണ്ട് കോണ്ടാക്ട് ചെയ്യില്ല എന്നുള്ളതല്ല, കോണ്ടാക്ട് ചെയ്യോ ഇല്ലേ എന്നുള്ളത്. അപ്പോൾ എനിക്ക് എന്താണോ ഏറ്റവും എനിക്ക് നല്ലതെന്ന് തോന്നുന്നത് അതേ ഞാൻ ചെയ്യത്തുള്ളൂ. എനിക്ക് ആ വ്യക്തി എൻ്റെ ജീവിതത്തിൽ ഇനി വന്നു കഴിഞ്ഞാൽ എനിക്ക് പ്രശ്നം തോന്നിയെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ ആ കോണ്ടാക്ട് ഞാൻ നിലനിർത്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, നിർത്തത്തുമില്ല. അതല്ല എനിക്ക് കുറച്ച് കാലം കഴിഞ്ഞ് തോന്നുവാണ് ഓക്കെ ഇന്ന ആളായിട്ട് എനിക്ക് കോണ്ടാക്ട് ചെയ്യണം, ഓഫ്കോഴ്സ് ഞാൻ കോണ്ടാക്ട് ചെയ്യും. അസലൊക്കെ ഏറ്റവും കൂടുതൽ ഡിസ്റ്റർബൻസ് ആയിട്ട് തോന്നിയിട്ട് എക്സ്ട്രീം എനിക്കിത് പറ്റില്ല എന്ന് പറഞ്ഞ് മിണ്ടാതിരിക്കത്തക്ക രീതിയിൽ. കാരണം ഞാൻ തന്നെ കേട്ടിട്ടുണ്ട് ഭയങ്കരമായിട്ട് ഈ പറയുന്ന പോലെ മെറ്റീരിയലായിട്ടുള്ള കാര്യത്തെക്കാൾ ഉപരി ലവിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആൾ അസ്ല എന്ന് പറയുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ള ഒരാളുമായിട്ടുള്ളൊരു കണക്ഷൻ കട്ട് ചെയ്യാന്ന് പറയുമ്പം അത്രത്തോളം മാനസികമായിട്ടൊരു ബുദ്ധിമുട്ടുണ്ടായിരിക്കും. അപ്പം അതിൻ്റെ ലിമിറ്റ് എന്താണെന്ന് ചോദിച്ചാൽ എന്ത് പറയും? ലിമിറ്റ് ഇല്ല. നമുക്ക് ആ ഒരു നമുക്കൊരു സന്തോഷം അളക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അളക്കാൻ പറ്റൊരു സ്കെയിൽ ഇട്ടിട്ട് ഇത്രയാണ് എൻ്റെ സന്തോഷം എന്നും അതേപോലെ തന്നെയാണ് വിഷമം എന്നും പറയണത്. എന്ന് വെച്ചിട്ട് ഞാൻ പറയട്ടെ, നമുക്ക് ഇപ്പോൾ ഒരു ബന്ധം വന്നെന്ന് വെച്ചിട്ട് ആ ബന്ധം മരണം വരെ എൻ്റെ കൂടെ ഉണ്ടായിരിക്കുന്ന എനിക്ക് ഒരു ഉറപ്പുമില്ല. അതിപ്പോൾ എൻ്റെ ഈവൻ എൻ്റെ രക്തബന്ധമാണെങ്കിൽ പോലും എനിക്ക് ആ ഒരു ഉറപ്പ് പറയാൻ പറ്റില്ല. മനുഷ്യന്മാരാണ്, മാറും കാര്യങ്ങൾ. അപ്പം ഞാൻ എപ്പോഴും എൻ്റെ ചെറുപ്പം തൊട്ടേ ഞാൻ എൻ്റെ മനസ്സിൽ പഠിപ്പിച്ചൊരു കാര്യം തന്നെ, മനുഷ്യന്മാർ സീസൺസ് പോലെയാണ്. അവരുടെ ക്യാരക്ടേഴ്സ് മാറിക്കൊണ്ടിരിക്കും, എൻ്റെയും ക്യാരക്ടേഴ്സ് മാറിക്കൊണ്ടിരിക്കും, എൻ്റെ സ്വഭാവങ്ങളും മാറിക്കൊണ്ടിരിക്കും. സോ ഞാനൊരാൾക്കൊരു സ്നേഹം കൊടുക്കുന്നുണ്ടെങ്കിൽ ഞാൻ മനസ്സിൽ പ്രിപ്പയർഡ് ആയിരിക്കണം. ഓക്കെ, ആ ആൾക്കും വ്യത്യാസം വരും, ആൾക്കും ചേഞ്ച് വരും, അതെന്താണെങ്കിലും ഞാൻ താങ്ങാൻ തയ്യാറായിരിക്കണം. എന്നാൽ മാത്രമേ എനിക്ക് ജീവിക്കാൻ പറ്റുള്ളൂ, എനിക്ക് ജീവിക്കണ്ടേ. അങ്ങനെ ബിഗ് ബോസിലേക്ക് ക്ഷണിക്കപ്പെട്ടാൽ എന്തായിരിക്കും മറുപടി? ഇപ്പം എന്തായാലും വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ ഒന്നേ പറയുള്ളൂ, അവരെന്നെ കയറ്റത്തുമില്ല. ഞാൻ പ്രഗ്നൻ്റ് ആയിട്ട് ചെന്ന് കഴിഞ്ഞാൽ അവരെന്നെ, എനിക്കിപ്പോൾ താല്പര്യം ഉണ്ടെങ്കിലും ഗെറ്റ് ഔട്ട് അടിക്കും. ഇത് സീസൺസിൽ കോൾ വന്നിട്ടുണ്ട്, 2 സീസൺസിൽ, ഒന്ന് വൈൽഡ് കാർഡ് എൻട്രി ആയിട്ടും ഒരു ഇതിലും എനിക്ക് കോൾ വന്നിട്ടുണ്ട്. അത് രണ്ടും എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നു, പക്ഷെ എൻ്റെ വീട്ടുകാർക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല. അതിൽ ഒരു പ്രാവശ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ PG ചെയ്തുകൊണ്ടിരിക്കുന്നത്, പോസ്റ്റ് ഗ്രാജുവേഷൻ്റെ ടൈമായിരുന്നു. അപ്പൊ എനിക്ക് എക്സാം ഒക്കെയാണ്, സ്റ്റഡീസിനെ ബാധിക്കുന്നുള്ള എക്സാംസ് ആയിരുന്നു, അല്ലെങ്കിൽ ഞാൻ പോയേനെ ഉറപ്പായിട്ടും. പിന്നെ ഒരു ടൈം എൻ്റെ വീട്ടുകാർക്ക് ഇതില്ല, ഇനിയിപ്പോൾ എന്തായാലും എൻ്റെ വീട്ടുകാർ എന്നെ വിടുമെന്ന് എനിക്ക് തോന്നുന്നില്ല, ഇനിയിപ്പോൾ ഞാനും പോകും തോന്നുന്നില്ല. എനിക്ക് ഓരോ സീസൺ കഴിയുമ്പോൾ എനിക്ക് തോന്നുന്നു എനിക്ക് പറ്റിയൊരു ഷോ അല്ല ബിഗ് ബോസ് എന്നുള്ളത് തോന്നുന്നു. ആദ്യമൊക്കെ ഭയങ്കര ക്യൂരിയോസിറ്റിയും എക്സൈറ്റ്മെന്റ് ആയിരുന്നു, അയ്യോ എനിക്ക് പോകണം എന്നുള്ളത്. പതുക്കെ ആ ക്യൂരിയോസിറ്റി എക്സൈറ്റ്മെന്റ് ഇല്ലാതായി. ഇനി എനിക്കറിയില്ല, ചിലപ്പോൾ മാറും, എൻ്റെ തീരുമാനങ്ങളൊക്കെ മാറിക്കൊണ്ടേയിരിക്കും. ഞാൻ ഇന്നിപ്പോൾ പറയും ഞാൻ പോവില്ല എന്ന് പറയും, എനിക്ക് 2 വർഷമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ എനിക്ക് കോൾ വന്നു കഴിഞ്ഞാൽ ആ സമയത്ത് എനിക്ക് ചിലപ്പോൾ തോന്നും ഒന്ന് പോയി നോക്കാം, ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്നൊക്കെ. ഇപ്പം എന്തായാലും ഇല്ല. അതായത് നമ്മൾ ഒരുപാട് പേരുടെ കാര്യം കണ്ടെന്ന് വെച്ചാൽ ബിഗ് ബോസിൽ പോകുന്നത് വരെ നമ്മൾ വിചാരിച്ചിരുന്ന ഒരു ക്യാരക്ടർ ആയിരിക്കില്ല അവിടേക്ക് ചെന്ന് കഴിഞ്ഞാൽ എന്നുള്ളത്. അപ്പോൾ ആ രീതിയിലൊരു ടെൻഷൻ ഉണ്ട്, അതായത് എൻ്റെ യഥാർത്ഥ ക്യാരക്ടർ അങ്ങനെ പോയി കഴിഞ്ഞാൽ നമുക്കറിയില്ല ഇപ്പൊ അവരുടെ ക്യാരക്ടർ എന്തായിരുന്നു എന്ന് പുറത്തുനിന്നുള്ളതൊന്നും നമുക്കറിയത്തില്ല. അതുകൊണ്ട് എനിക്ക് ആ ഒരു ടെൻഷനൊന്നും ഇല്ല. അവരുടെ പുറത്തുള്ള ക്യാരക്ടർ തന്നെയായിരിക്കും ചിലപ്പോൾ ഉള്ളിൽ കാണിക്കുന്നുണ്ടായിരിക്കാം, എനിക്ക് വ്യത്യാസം അങ്ങനെയൊന്നും എനിക്ക് ക്യാരക്ടർ ഒന്നും ഒന്നുമില്ല. ഇപ്പൊ എൻ്റെ ക്യാരക്ടർ വന്നു കഴിഞ്ഞാൽ പ്രശ്നമാവും. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ എൻ്റെ വീട്ടുകാരൊന്നും തന്നെ അടുപ്പിക്കത്തില്ലല്ലോ, എൻ്റെ ഫ്രണ്ട്സ് ഒന്നും തന്നെ അടുപ്പിക്കത്തില്ലല്ലോ, അങ്ങനെ കൂട്ടാൻ കൊള്ളാത്തതാണെങ്കിൽ. അങ്ങനെ ഒരു ടെൻഷൻ എനിക്കില്ല.
നെഗറ്റീവ് കമന്റ്സിനോട് വലിയൊരു എന്താ പറയാ, അത് യാതൊരു തരത്തിലും മൈൻഡ് ചെയ്യാത്ത ഒരാളല്ലേ? അല്ല, ഞാൻ മൈൻഡ് ചെയ്യണ ആളാ. ആണ് ഞാൻ മൈൻഡ് ചെയ്യണ ആളാ. പിന്നെ നെഗറ്റീവ് കമന്റ്സ് ഒക്കെ മൈൻഡ് ചെയ്യാണ്ടിരിക്കാന്നൊക്കെ പറഞ്ഞ, നമുക്ക് പോസിറ്റീവ് കമന്റ്സ് നമുക്ക് വളരെ ഹാപ്പിനെസ് തരും, നമുക്കൊരു മോട്ടിവേഷൻ ആണ്. അതേപോലെ തന്നെയാണ് നെഗറ്റീവ് കമന്റ്സ്. ചില നെഗറ്റീവ് കമന്റ്സ് ചിരിച്ചു തള്ളാം, ചില നെഗറ്റീവ് കമന്റ്സ് നമുക്ക് ചോര തിളക്കും, ചില നെഗറ്റീവ് എന്താ ഇവര് പറഞ്ഞുകൊണ്ടിരിക്കണേ എന്നുള്ളത് തോന്നും. അതൊക്കെ എഫക്ട് ചെയ്യുന്നൊക്കെ ഉണ്ട്, പക്ഷെ അത് ജീവിതത്തിനെ ബാധിക്കുന്നില്ല എന്ന് മാത്രം. അത്രേ ഉള്ളൂ. ഒരു നെഗറ്റീവ് കണ്ടിട്ട് ഇവനെ കണ്ടിരുന്നെങ്കിൽ ഇപ്പോഴാണ് അടിച്ചേനെന്ന് തോന്നിയിട്ടുണ്ടോ? അതൊക്കെ ചാനൽ സ്റ്റാർട്ട് ചെയ്തേക്കുന്ന ഒരു സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ വീട്ടിൽ വന്ന് കമ്പിപ്പാര കുത്തിക്കയറ്റും എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഭയങ്കര സെക്ഷലൈസ് ചെയ്തിട്ടുള്ള ഒരു കമന്റ് വന്നിട്ടുണ്ടായിരുന്നു. ഭയങ്കരമായിട്ട് ഒരു കാരണം തന്നെ ഒരു ഇത്രയും സൈക്കോള ആൾക്കാരുണ്ട് എൻ്റെ ദൈവമേ ചുറ്റിനുള്ള സാധനം തോന്നിയിട്ടുണ്ട്. അതൊക്കെയാണ് അങ്ങനെ തോന്നിയേക്കുന്നത്. പിന്നെ എന്താണ്ടൊക്കെ വിളിച്ച് പറയുന്ന കുറേ ആൾക്കാരുണ്ട്. അവരൊന്നും നമുക്ക് അയ്യോ കണ്ട് കിട്ടല്ലേ എന്ന് മാത്രമേ ഉള്ളൂ. എന്തിനാ എൻ്റെ മുന്നിൽ ഇവരൊക്കെ വന്നിട്ട് എൻ്റെ എനർജി വേസ്റ്റ് ആക്കുന്നത്, ഇവരൊന്നും എൻ്റെ കൺമുന്നിൽ വരല്ലേ എന്ന് മാത്രമേ എനിക്കുള്ളൂ. അംജുക്കാക്ക് ഈ ഒരു നെഗറ്റീവ് കമന്റ്സ് കാണുമ്പോൾ എന്തെങ്കിലും പറയാറുണ്ടോ? അതായത് ഇങ്ങനെയൊക്കെ കമന്റ് കണ്ടല്ലോ അങ്ങനെയൊക്കെ? എന്നോട് നോക്കണ്ടെന്നാ പറയാ. എന്നോട് പറയും എന്തിനാ ഈ കമന്റ് സെഷൻ നോക്കുന്നത്, എന്തിനാ. ഞാൻ ഇരുന്ന് കമന്റ്സ് വായിക്കുന്ന ആളാ. എനിക്ക് എല്ലാരും, ഞാൻ എന്റെ മാത്രല്ല എല്ലാം കമന്റ്സ് വായിക്കുന്ന ആളാ. അപ്പൊ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അതിന്റെ കമന്റ്സ് എന്താണെന്ന് ചെക്ക് ചെയ്യാറുണ്ട്. കമന്റ്സ് ചെക്ക് ചെയ്യാൻ അത് ഓരോരുത്തരുടെ ഒപ്പീനിയൻസും ഓരോരുത്തരുടെ പെർസ്പെക്റ്റീവും വ്യൂ പോയിന്റ് അറിയാവുന്ന ഏറ്റവും ബെസ്റ്റ് ഒരു മാർഗം എന്ന് പറയുന്നത് കമന്റ്സ് നോക്കലാണ്. ചിലരൊക്കെ വെറുതെ കമന്റ് ഇടുന്നതായിരിക്കും. ഇപ്പൊ നമുക്ക് തന്നെ നമ്മുടെ ലൈഫ് ഭയങ്കര സ്ട്രെസ്സും ഫ്രസ്ട്രേഷനും ഒക്കെ ചിലപ്പോൾ ഒരു കമന്റ് അടിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ തീരുന്നുണ്ടായിരിക്കും. അപ്പൊ എനിക്ക് അങ്ങനെ ഒരു ഇതൊന്നുമില്ല. അബ്ജുക്കാന്ന് പറയുന്നത് വിട്ടുകളാ മോളെ, നോക്കേണ്ട ആവശ്യമില്ല എന്ന് പറയും. പക്ഷെ ഞാൻ നോക്കും ഇപ്പോഴും. ചില ചെയ്ത് നമുക്ക് മാറ്റാൻ പറ്റില്ലല്ലോ. അത് എനിക്ക് ചില കമന്റ് ഒക്കെ കോമഡി ആയിട്ട് എടുക്കുന്നത് എനിക്ക് തോന്നി. എനിക്ക് ലാസ്റ്റ് അംജുക്ക വന്ന വ്ളോഗിലാണെങ്കിൽ ഹെയർ സ്റ്റൈൽ കണ്ടിട്ട് കുറ്റം പറഞ്ഞവരോട് ഓക്കെ എനിക്കിത് ഇഷ്ടമാണ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മറുപടി കൊടുക്കുന്നതൊക്കെ. അതെന്താ വെച്ചാൽ ഹെയർ സ്റ്റൈലാണ്, അത് എനിക്ക് എങ്ങനെ വേണമെങ്കിലും മാറ്റാം. എനിക്ക് ഏത് രീതിക്ക് വേണം, എന്റെ മുടിയല്ലേ, എനിക്ക് ഏത് രീതിക്ക് വേണമെങ്കിലും ചേഞ്ച് ചെയ്യാം. എനിക്ക് ഇന്നിപ്പോ എന്താ തോന്നി കഴിഞ്ഞാൽ ഇന്നത് ചെയ്യും, നാളെ തോന്നി കഴിഞ്ഞാൽ നാളെ ചെയ്യും. മുടിയാണ് പിന്നെ അത് വളരുന്ന ഒരു സാധനമാണ്. ഈ ഒരു എന്താ പറയുക, നമ്മുടെ ഈ സോഷ്യൽ മീഡിയയിൽ ഈ ഒരു ബോഡി ഷെയ്മിങ് റിലേറ്റഡ് ഭയങ്കരമായിട്ട് തോന്നിയിട്ടുണ്ടോ എപ്പോഴെങ്കിലും? ബോഡി ഷെയ്മിങ് ഉണ്ട്. ഇപ്പോൾ ബോഡി ഷെയ്മിങ് എന്ന് പറയാൻ പറ്റില്ല. നമുക്ക് ഓരോരുത്തർക്കും ഇപ്പൊ നമ്മളുടെ സ്ഥിരം വീഡിയോസ് കാണുന്നവർക്ക് നമ്മളൊരു ചിലപ്പോൾ ഒരു ലുക്കിൽ കാണണം എന്ന് ആഗ്രഹം ഉണ്ടായിരിക്കും, ഇന്ന രീതിക്ക് നടക്കണം എന്ന്. അത് ഇപ്പൊ എൻ്റെ ഉമ്മാക്കാണെങ്കിലും ഞാൻ ഇപ്പൊ മുടി വെട്ടി വെച്ചപ്പോ ചില സ്ഥലത്ത് സമയത്ത് കളർ ചെയ്ത് വരുന്നത് എൻ്റെ ഉമ്മാക്ക് ഇഷ്ടമല്ല. അപ്പൊ എൻ്റെ ഉമ്മ പറയാം എന്തിനാ മോളെ കളർ ചെയ്ത്. ഇതേ കൺസേൺ ഇതേ നമ്മളൊരു വീട്ടിലത്തെ കുട്ടിയായിട്ട് കാണുന്ന കുറേ പേരുണ്ട്. അപ്പൊ അവർക്ക് അത് ഇഷ്ടപ്പെടുത്തില്ല. അത് അവരെ ഒരു ബോഡി ഷേമിങ് ചെയ്യണതല്ല, വീട്ടിലത്തെ സ്വന്തം ആളെന്നുള്ള. ചില ആൾക്കാര് നിന്നെ ഒന്നിനും കൊള്ളത്തില്ല, നിന്നെ അങ്ങനെ ഇങ്ങനെ, അതാണ് ആക്ച്വലി ബോഡി ഷേമിങ്. അതിപ്പോ എന്തിനാ പറയണത്? സ്വയം നമുക്ക് ഇൻസെക്യൂരിറ്റീസ് ഉള്ളവർ മാത്രമേ മറ്റുള്ളവരുടെ കുറ്റങ്ങളും കുറവുകളും നമുക്ക് എന്തൊക്കെ കുരു ഉണ്ടെന്നോ അങ്ങനെയൊക്കെ നമുക്ക് നോക്കി നടക്കേണ്ട ആവശ്യമില്ലല്ലോ. അതവര് നമുക്ക് നോക്കി നടക്കാൻ സമയമുണ്ടോ? ഇല്ല. പിന്നെ അവരെ വീട്ടിൽ എന്തായാലും ഞാനിപ്പോ പെണ്ണാലോചിച്ചു അല്ലെങ്കിൽ എനിക്ക് ചെക്കന വേണമെന്നൊന്നും ഞാൻ പോകുന്നില്ല. പിന്നെ അത് നോക്കേണ്ട ആവശ്യമില്ലല്ലോ. അങ്ങനെ എല്ലാം ആ ഒരു രീതിയിൽ, അതായത് മൂഡിനനുസരിച്ച് അല്ലെങ്കിൽ ഈ പറയുന്ന കമന്റ് സെക്ഷനിൽ വരുന്ന ഓരോ കമന്റിനനുസരിച്ചായിരിക്കും അസ്ലയുടെ റിയാക്ഷൻ. അങ്ങനെയാണ്. ചില സമയത്ത് ഞാൻ ഭയങ്കര കൂളായിട്ട് ഇരിക്കുന്ന ടൈം ആയിരിക്കും. എന്ത് കണ്ടാലും കുഴപ്പമില്ല, എന്ത് കണ്ടാലും എനിക്ക് തമാശ. നമ്മൾ മനുഷ്യന്മാരല്ലേ, നമുക്ക് ചില സമയത്ത് ഭയങ്കര ട്രിഗർ. ഇപ്പൊ ഇപ്പൊ ഇന്റർവ്യൂ എടുക്കുന്ന സമയത്ത് തന്നെ ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു, രാവിലെ വിളിച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് ഇന്റർവ്യൂ മാറ്റി വെക്കാൻ പറ്റും. ഞാൻ ഓക്കെ അല്ല, എന്നെ പെട്ടെന്ന് ട്രിഗർ ചെയ്യാൻ പറ്റും. ഈ ഒരു സമയത്ത് ആർക്കും ആണെങ്കിലും എന്നെ ട്രിഗർ ചെയ്യാൻ പറ്റും. അപ്പൊ ഞാൻ എന്റെ മൂഡ് ഓക്കെ അല്ല, കാരണം ബോഡി മൊത്തത്തിൽ വീക്കാന്ന്. അപ്പൊ ചില ദിവസങ്ങൾ നമുക്ക് ഇതുപോലെ ഉണ്ടായിരിക്കും, കുറച്ച് വീക്കായി അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ വേറെ മൂഡിലിരിക്കുന്ന സമയം ഉണ്ടായിരിക്കും. അപ്പൊ ആ ഒരു ടൈമിലൊക്കെ എന്തെങ്കിലുമൊക്കെ കണ്ടാൽ എനിക്ക് പെട്ടെന്ന് എനിക്ക് പൊളിയും ദേഷ്യം വരും. അതല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ചില്ലായിട്ട് വിടും, കൂളായിട്ട് വിടും. എന്ത് കണ്ടാലും ഓക്കെ. അസ്ല പറയുന്നുണ്ടായിരുന്നു ഈ ഒരു രീതിയിൽ ഇത്രയൊക്കെ അച്ചീവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് ഉമ്മ ഉള്ളത് കൊണ്ട് മാത്രമാണ്. എന്നിട്ട് പറയുന്നുണ്ടായിരുന്നു ഏറ്റവും കൂടുതൽ ദേഷ്യപ്പെടുന്നതും ഉമ്മേന്റെ അടുത്താണ് പറയുന്നുണ്ടായിരുന്നു. അപ്പം ഇത് ആ ഒരു ഇന്റർവ്യൂ കണ്ടിട്ട് ഉമ്മ എന്താ പറഞ്ഞത്? അപ്പം അറിയാല്ലേ, ഉമ്മാക്ക് സന്തോഷായി. അല്ല, ഉമ്മാക്ക് വളരെ സന്തോഷായി. അപ്പൊ ഉമ്മ തമാശയിൽ പറയും, വീഡിയോയിലെങ്കിലും ഇവിടെ വന്നിരുന്നതിന് ഇത് പറയുന്നുണ്ടല്ലോ, ഇവിടെ പറഞ്ഞില്ലെങ്കിലും എന്നൊക്കെ ഇങ്ങനെ ചുമ്മാ കമന്റ് അടിക്കും. അല്ലാണ്ട് ഉമ്മാക്ക് അറിയാം ഞാൻ എന്താണ് എന്റെ ഉള്ളിൽ എന്നുള്ളത്. ഉമ്മാക്ക് അറിയാം. അല്ല, ഈ ദേഷ്യപ്പെടുന്ന ടൈമിൽ നീ എന്റെ അടുത്ത് മാത്രമേ ഇങ്ങനെ ദേഷ്യപ്പെടുന്നുള്ളൂ എന്നുള്ള കംപ്ലൈന്റ്. പൊതുവേ ഞാനൊരു ദേഷ്യക്കാരി തന്നെയാണ്. ഞാൻ പൊതുവെ പെട്ടെന്ന് ദേഷ്യം വരും എനിക്ക്.
ഞാൻ ഭയങ്കര കൂളായിട്ടുള്ള ആളാണ്. എന്നാലും എനിക്ക് ഇഷ്ടമുള്ള ആൾക്കാരോട് ഞാൻ പെട്ടെന്ന് ദേഷ്യം പിടിക്കും. അത്രയും ക്ലോസ് ആണെങ്കിൽ മാത്രം, അത്രയും ക്ലോസ് ആണെങ്കിൽ മാത്രം ഞാൻ ദേഷ്യപ്പെടും. ദേഷ്യപ്പെടുകയും ചെയ്യും, അവരുടെ അടുത്ത് കരയുകയും ചെയ്യും, അവരുടെ അടുത്ത് പൊട്ടിച്ചിരിക്കുകയും ചെയ്യും, എല്ലാം ഞാൻ എക്സ്പ്രസ് ചെയ്യും. അപ്പൊ പിന്നെ ഉമ്മാക്ക് ആ ഒരു ഇതിൽ ഉമ്മാക്ക് അറിയാം എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളവരോട് മാത്രമേ ഞാൻ ഇങ്ങനെ കാണിക്കുള്ളൂ എന്ന്. അതുകൊണ്ട് ഉമ്മാക്ക് അതിൽ. അംജുക്ക് ഈ ദേഷ്യത്തിനൊക്കെ ഇരയായിട്ടുണ്ടോ? അംജുക്ക് ഇരയായിട്ടുണ്ടോ ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പൊ എന്റെ കൂടെ ഒരു പാർട്ട്ണറിന് ജീവിക്കുമെങ്കിൽ എന്റെ എല്ലാം അറിഞ്ഞിരിക്കണം അല്ലെ, എന്റെ A to Z അറിഞ്ഞിരിക്കണം. അല്ലാണ്ട് അവിടെ മാത്രം എന്റെ ഒരു മുഖം ഹൈഡ് ചെയ്യാൻ പറ്റില്ല. ഞാൻ അംജുക്കാട് ദേഷ്യം അറിഞ്ഞിട്ടുണ്ട്, അംജുക്ക് എന്റെ ദേഷ്യം അറിഞ്ഞിട്ടുണ്ട്. അത് പാർട്ട് ഓഫ് ലൈഫ് അല്ലേ ആ ഒരു സാധനം എന്ന് പറയുന്നത്. എരാന്നൊന്നും പറയാൻ പറ്റത്തില്ല. ഒരു വിക്ടിം ഒന്നല്ലല്ലോ ഒരു ദേഷ്യപ്പെടണമെന്ന് വെച്ചിട്ട് ഞാൻ അവിടെ മറ്റേ ക്രൂരനായിട്ട് പിടിച്ച് അടിക്കുകയോ അല്ലെങ്കിൽ മുക്കിലിടോ നീ അവിടെ കിടക്ക് തെറി വിളിക്കുകയൊന്നല്ലോ. അങ്ങനെയല്ല, തമാശ പോലെ ഞാൻ ചോദിച്ചത്. എനിക്കത് മനസ്സിലായി. അല്ല, പൊതുവെ നമ്മളിങ്ങനെ കണ്ടിട്ടുണ്ടല്ലോ, നമ്മുടെ ഈ ഗേൾസിന്റെ മൂഡ് സ്വിങ്സ് ആണെങ്കിലും ഒക്കെ മറ്റേ മാനേജ് ചെയ്യാൻ പാടുപെടുന്ന. അങ്ങനൊന്നും ഇല്ല കേട്ടോ. എനിക്ക് അങ്ങനെ മൂഡ് സ്വിങ്സിന്റെ പേരിൽ വരുന്ന സാധനമൊന്നുമല്ല. എനിക്ക് എന്തെങ്കിലുമൊക്കെ കാര്യം, എന്തെങ്കിലുമൊക്കെ ദേഷ്യം വരുന്നുണ്ടായിരിക്കും. അപ്പൊ ദേഷ്യം കാണിക്കും. അത് പിന്നെ കുറച്ച് കഴിഞ്ഞാൽ ഞാൻ തന്നെ മറക്കും, കുറച്ച് ഞാൻ തന്നെ കഴിഞ്ഞാൽ വിടും. അംജുക്ക് അതേപോലെ തന്നെയാണ്. പൊട്ടിത്തെറിക്കും, ദേഷ്യം കഴിഞ്ഞും കുറച്ച് കഴിഞ്ഞാൽ അവനും വിടും. അതെ, ഈ ഒരു കണ്ടന്റ് ഒക്കെ ചെയ്യുന്ന ടൈമിൽ അതിന്റെ റിസർച്ചിനും കാര്യങ്ങളിലും ഒക്കെ എങ്ങനെ അംജുക്ക് എങ്ങനെ ഹെൽപ്പ് ചെയ്യാലോ? അംജുക്ക അങ്ങനെ കണ്ടന്റ് അങ്ങനെ യൂട്യൂബിൽ ഒന്നാമത് അംജുക്ക അങ്ങനെ ഇടപെടാറില്ല. അങ്ങനെ ഇന്ന കോണ്ടന്റ് ചിലപ്പോ ഇത് പറയും, മോൾക്ക് ഈ കോണ്ടന്റ് ചെയ്തൂടെ, ഇത് ചെയ്തിട്ടില്ലല്ലോ, അങ്ങനെ മാത്രം പറയും. ഇത് ചെയ്താൽ നല്ലതായിരിക്കും. പിന്നെ ഞാൻ വീഡിയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് അൺലിസ്റ്റ് ചെയ്ത് വെക്കും. അപ്പൊ ഞാൻ അംജുക്ക് ഇത് ഓക്കെ ആണോ, ചില വിഷയങ്ങള് എനിക്ക് ഇതിട്ട് കഴിഞ്ഞാൽ ഓക്കെ ആണോ എന്ന് എനിക്ക് തന്നെ ഒരു ഇതുണ്ടായിരിക്കും. അപ്പൊ പുറത്തുനിന്ന് ഒരാൾ കാണുമ്പോഴായിരിക്കും അവരെ വ്യൂ പോയിന്റ് ഡിഫറെന്റ് ആയിരിക്കും. ഇപ്പൊ ഞാൻ ഉദ്ദേശിച്ചതൊക്കെ കൺവേ ആവുന്നുണ്ടോന്ന്. അപ്പൊ അങ്ങനൊക്കെ അഭിപ്രായം ചോദിക്കുന്നല്ലാണ്ട് വേറെ അങ്ങനത്തെ യൂട്യൂബിലായിട്ട് അംജുക്ക് അങ്ങനെ ഇടപെടാറില്ല. ഫസ്റ്റ് വീട്ടുകാരായിട്ട് തന്നെയാണല്ലോ കല്യാണം ഉറപ്പിച്ചത്. എന്നിട്ട് അങ്ങനെ ഫസ്റ്റ് മറ്റേ സംസാരിക്കുന്ന ടൈമിലൊക്കെ ഈ ഒരു കണ്ടന്റിനെ പറ്റിയിട്ടൊക്കെ അംജുക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു? കണ്ടന്റിനെ പറ്റി ചോദിക്കില്ല, എന്നോട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ആദ്യം ഞാൻ യൂട്യൂബർ ഒന്നും അറിയില്ല. പിന്നെയാണ് അംജുക്കന്റെ വീഡിയോസ് ഒക്കെ ഇരുന്ന് എന്നും എല്ലാ വീഡിയോസ് ഇരുന്ന് കല്യാണത്തിന് മുമ്പേ ആയിട്ടൊക്കെ ഓൾമോസ്റ്റ് ഇരുന്ന് കണ്ടിട്ടുണ്ട്. അപ്പൊ എന്നോട് പറഞ്ഞിട്ടുണ്ട് നല്ല ബോൾഡ് കോണ്ടന്റ്സ് ആണ്, ഇതുപോലെ തന്നെ തുടർന്ന് പോയിക്കോ, നല്ല കണ്ടന്റ് ആണ്, അങ്ങനെ അധികം ആരും ചെയ്യാത്തതല്ലേ, അങ്ങനെയൊക്കെ അപ്രിഷിയേറ്റ് ചെയ്തിട്ടുണ്ട്. അല്ലാണ്ട് ഇതിനെ പറ്റി നമുക്കിപ്പം ഓരോ വിഷയങ്ങളെ കുറിച്ച് സംസാരിക്കുള്ളൂ. നമുക്ക് കുറച്ച് ചുരുങ്ങിയ സമയമുണ്ട്, നമുക്ക് നമ്മളെ പറ്റി തന്നെ സംസാരിക്കാൻ ഒത്തിരി ഉണ്ടായിരിക്കും. കണ്ടന്റ്സിനെ ആ ഒരു ഡിഫറൻസ് പറഞ്ഞു. അതായത് വീഡിയോയിൽ ഭയങ്കര ബോൾഡായിട്ട് പറയുന്ന ഒരാള് ഭയങ്കര ബേബീനെ പോലെ പെരുമാറുന്നു, എങ്ങനെ നിനക്കിത് പറ്റുന്നു എന്ന് ചോദിച്ചിട്ടുണ്ടോ? സത്യം പറഞ്ഞാൽ ഞാൻ എപ്പോഴും ഒരു ബേബിനെ പോലെ അല്ല. എന്റെ സംസാര രീതി വേറെയാണ്. ഞാൻ കുറച്ച് കൊഞ്ചിട്ടുള്ള ഒരു സംസാര ടൈപ്പാണ്. പിന്നെ ഞാൻ അത്രയും എന്താ പറയാ കംഫർട്ട് സോൺ ഭയങ്കര ഇതായിരിക്കുമ്പോൾ മാത്രമാണ് ഞാൻ ആ ഒരു കൊഞ്ചല് ഞാൻ പുറത്തെടുക്കുക. അല്ലാത്ത സമയമൊക്കെ എന്നെ കുറച്ച് ഗൗരവമുള്ള ഒരു ഫേസും കുറച്ച് ഇതുള്ള ഒരു ഫേസ് ഒക്കെയാണ്. അത്രയും ചിലപ്പോൾ ഭയങ്കര എക്സ്ട്രീം നല്ല മൂഡൊക്കെ ആയിരിക്കും. അപ്പോഴായിരിക്കും എൻ്റെ ഒരു ഇതെന്ന് പറയാ. പിന്നെ പല ഫേസസ് കണ്ടിട്ടുണ്ട്. ഇപ്പൊ ഞാൻ വളരെ ചെറിയ കുട്ടികളെ പോലെ ഇരുന്ന് കണ്ടിട്ടുണ്ട്, എന്താ പറയാ പൊട്ടിത്തെറിക്കുന്ന പോലെ ഇരുന്ന് കണ്ടിട്ടുണ്ട്, എന്നാൽ വളരെ സീരിയസ് ആയിട്ടുള്ള ഫേസ് കണ്ടിട്ടുണ്ട്. അത് ആദ്യം തൊട്ടേ കണ്ടോണ്ട് അംജുക്കാക്ക് അതൊരു അങ്ങനെ ഒരു ഇതേ ആള് ഭയങ്കര, എനിക്ക് തോന്നും അസ്ലി ഇങ്ങനെ കൊഞ്ച് കാര്യം പറയുന്നോണ്ടാണോ ആളും തിരിച്ച് അതേ ഒരു രീതിയിൽ ടോണിൽ വരുന്നത്? അതെ ആണല്ലേ. അംജുക്ക എന്ന് പറയുന്നത് അത് എന്ന് വെച്ചാൽ അംജുക്ക ഫസ്റ്റ് എന്റെ പേര് അങ്ങനെ വിളിക്കാറില്ല. പേര് വിളിച്ചിട്ടുണ്ട ഇല്ലാന്ന് തോന്നുന്നു. മോളേന്നാണ് എപ്പോഴും വിളിക്കുന്നത്, അല്ലെങ്കിൽ ബേബിന്ന് മോളേന്നാണ് അന്നൊട്ടിട്ട് ഇന്ന് വരെ വിളിക്കുന്നത്. അപ്പൊ നമുക്ക് ആ മോളെ ബേബി വിളിക്കുമ്പോ തന്നെ നമുക്ക് ഉണ്ടാവൂല അതിലൊരു പാമ്പറിങ്ങും ഒരു കൊഞ്ചിക്കലും നമുക്ക് അതിലുണ്ട്. ഇപ്പൊ ദേഷ്യപ്പെടുമ്പോ പോലും ആ മോളെ അല്ലെങ്കിൽ ബേബി വിളിച്ചിട്ട് ആ ദേഷ്യപ്പെടുന്നത് പോലും ചിലപ്പോ അങ്ങനെ ആയിരിക്കും. അവൻ ടോണിൽ വ്യത്യാസം വരുന്നേ ഉള്ളൂ. ടോണിൽ ദേഷ്യം, ആ ശബ്ദത്തിനൊക്കെ ഒരു കുറച്ച് കയറ്റം വരും. പക്ഷെ വിളിക്കണ കാര്യം മോളെ അല്ലെങ്കിൽ ബേബിയൊക്കെ തന്നെ ആയിരിക്കും. അപ്പോ അംജുക്ക പൊതുവേ എന്താ പറയാ ഇങ്ങനെയുള്ളതാണ്. ദേഷ്യം വന്നു കഴിഞ്ഞാൽ വേറൊരു മുഖമുണ്ട്. ഈ പറയുന്ന പോലെ ഇപ്പോഴത്തെ റീലിലെ ട്രെൻഡിലൊക്കെ പറയുന്ന പോലെ അംജുക്കാന്റെ പൂക്കി സൈഡ് വെളിയിൽ കൊണ്ടുവന്ന് മനസ്സിലാണോ? അല്ല, എനിക്ക് അംജുക്കാനെ പരിചയപ്പെട്ടപ്പോൾ പൊതുവേ എനിക്ക് തോന്നിയേക്കുന്നത് അംജുക്ക വളരെ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ എല്ലാവരോടും ഭയങ്കര ക്ലോസ്. അതിപ്പോ ഞാൻ പുറത്തുനിന്ന് ഒരാളിപ്പോ വന്ന് ഇപ്പൊ ഞാൻ പെട്ടെന്ന് ഇപ്പൊ നിങ്ങളെ കണ്ട് ഞാൻ പെട്ടെന്ന് അങ്ങോട്ട് സംസാരിക്കത്തില്ല. എനിക്ക് ആ ഒരു ഇതിക്ക് ഞാൻ വരാണ്ട്. പക്ഷെ അംജുക്ക പെട്ടെന്ന് തന്നെ ഒരാളെ കണ്ടു കഴിഞ്ഞാൽ അവരായിട്ട് ഭയങ്കര സംസാരിച്ച് എന്താ പറയാ അവരേത്ത ഒരാളായിട്ട് സംസാരിക്കുന്ന ഒരാൾ തന്നെയാണ് അംജുക്ക. ഇപ്പൊ ഈ പ്രഗ്നന്റ് ആയിട്ടിരിക്കുമ്പോ ചോദിച്ചപ്പോഴാണെങ്കിലും ചില സ്മെല്ലൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടാകുന്ന, നല്ല കിഡിലനായിട്ട് കുക്കൊക്കെ ചെയ്തിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരുന്നത്. അപ്പൊ കുക്കിംഗ് മിസ് ചെയ്യുന്നുണ്ടോ?
മിസ് ചെയ്യുന്നൊന്നുമില്ല. അങ്ങനെ എനിക്ക് കുക്കിംഗ് മിസ് ചെയ്യുന്നൊന്നുമില്ല. ആർക്കും ഇപ്പൊ വെറുതെ ഇരിക്കാൻ ഇഷ്ടമല്ലാത്ത. ഇപ്പൊ ഞാൻ വെറുതെ ഇരിക്കുക. ഇപ്പൊ ഞാൻ ചില്ലിങ് ടൈമാണ്. ഞാൻ ചില്ല് ചെയ്തോണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഞാൻ പ്രഗ്നന്റ് ആയതിനു ശേഷം ഞാൻ കിച്ചണിൽ പണിയെടുക്കാൻ കയറിയിട്ടില്ല. കാരണം എനിക്ക് റെസ്റ്റാ പറഞ്ഞിരുന്നത്. എനിക്ക് ഫുൾ ടൈം റൂമിൽ തന്നെ ഇരിക്കാൻ റെസ്റ്റ്. ഇപ്പോഴാണ് എനിക്ക് നടക്കാനും കാര്യങ്ങളൊക്കെ തോന്നിക്കുന്നത്. പിന്നെ എനിക്ക് കിച്ചണിലത്തെ ചില സ്മെല്ലുകൾ മാത്രം പറ്റില്ല. എനിക്ക് അങ്ങനെ വൊമിറ്റിംഗ് ഉള്ള ആളല്ല. പക്ഷെ ചില സ്മെല്ല്, ഇപ്പൊ പ്രത്യേകിച്ച് പൂരി മസാല എനിക്ക് തീരെ പറ്റത്തില്ല. മണം, പൂരിയുടെ മണം അടുത്ത് കൂടി പോയി കഴിഞ്ഞാൽ എനിക്ക് തലവേദന ഛർദ്ദിക്കാനൊക്കെ വരും. വേറെ പക്ഷെ മണങ്ങളൊന്നും എനിക്ക് വലിയ പ്രശ്നമില്ല. പൂരിനോട് മല്ലിയില, മുമ്പ് എനിക്ക് എല്ലാ കറികളിലും ഞാൻ വാരിക്കോരി മല്ലിയില ഒക്കെ ഇടും. ഇപ്പൊ എനിക്ക് മല്ലിയില ഏതെങ്കിലും കറി കണ്ടാൽ എനിക്ക് ഭ്രാന്ത് പിടിക്കും. അങ്ങനത്തെ ഒക്കെ കുറെ വ്യത്യാസങ്ങൾ. എന്തിനേലും ഒരു എക്സ്ട്രാ ക്രാവിങ്സ് ഉണ്ടോ? അത് എനിക്കിത് വേണം. ഇല്ല, ക്രേവിങ്സ് എനിക്ക് ഇതുവരെ ഒന്നിനോട് എനിക്ക് ക്രേവിങ്സ് തോന്നിയിട്ടില്ല. എന്നാലും ചമ്മന്തികളോട് എനിക്ക് ഒട്ടും എരിവ് പറ്റുന്നില്ല. എന്നുവെച്ചാൽ ഭയങ്കര നെഞ്ഞിട്ടോ. അപ്പൊ ഞാൻ എരിവില്ലാത്ത ഫുഡ് കഴിക്കുന്നത്. എന്നാലും എനിക്ക് എരിവിൽ ചമ്മന്തി, എപ്പോഴും ചോറിന്റെ കൂടെ ഒരു ചമ്മന്തി എനിക്കുണ്ടെങ്കിൽ ഞാൻ ഹാപ്പിയാണ്. ഈ മിഡ് നൈറ്റ് ഒക്കെ എണ്ണീറ്റിരുന്നിട്ട് ഫുഡ് കഴിക്കുക അങ്ങനെയൊക്കെ ഉണ്ടോ? ഇല്ല. ഞാൻ മുമ്പ് ഇപ്പൊ പ്രഗ്നന്റ് ഒക്കെ ആവണേക്കാളും മുമ്പ് നമുക്കൊരു ഫുഡ് റൂട്ടീൻ ഉണ്ടാവില്ല. ആ സെയിം തന്നെയാ ഇപ്പോഴും. അല്ലാണ്ട് എക്സ്ട്രാ ഒന്നുമില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേന്ന് വെച്ചാൽ ചില ദിവസമൊക്കെ സ്കിപ്പ് ആവും. പാല്, പഴം, മുട്ട അതൊക്കെ മസ്റ്റായിട്ട് കഴിച്ചിരുന്നില്ല. പക്ഷെ ഞാൻ കഴിച്ചിരുന്നു. അതൊക്കെ തന്നെ ഇപ്പോഴും കഴിക്കുന്നില്ല. അല്ലാണ്ട് പ്രഗ്നന്റ് ആയിന്ന് വെച്ചിട്ട് അതിന്റെ സ്പെഷ്യൽ ഫുഡോ അല്ലെങ്കിൽ അങ്ങനെ ഒന്നും എനിക്ക് കഴിക്കാനും പറ്റത്തില്ല. കഴിക്കുന്നില്ല. ഒരു ബേബിന്റെ അനക്കൊക്കെ അറിയാൻ തുടങ്ങുന്നുണ്ടോ? ഇല്ല. 4 months ആയിട്ടേ ഉള്ളൂ അല്ലേ? 4 months ആയി. ചിലത് ഇങ്ങനെ പറയുന്നേക്കാം ഫസ്റ്റ് പ്രഗ്നൻസിയിൽ കുറച്ച് നേരത്തെ അറിയാൻ പറ്റും, ചിലവർക്ക് താമസിച്ച് അറിയാൻ പറ്റും. പംജുക്കാട് സിസ്റ്റർ പ്രഗ്നന്റ് ആന്ന് പറഞ്ഞില്ലേ, അവൾക്ക് ചെറുതായിട്ട് തുടിപ്പൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട് ചില മൂമെന്റ്സ് ഒക്കെ. ഇപ്പൊ 4 months തൊട്ടിട്ടേ അവൾ എന്നെക്കാളും കുറച്ച് നേരത്തെയാണ്, ഒരു 1 month നേരത്തെയാണ്. അപ്പൊ അവൾക്ക് പക്ഷെ ഈ സമയത്തൊക്കെ അറിഞ്ഞിരുന്നത്. എനിക്ക് അങ്ങനെ അറിയുന്നൊന്നുമില്ല. വെയിറ്റിംഗ് ആണോ ഫസ്റ്റ്? എനിക്കത് ഫീൽ ചെയ്യാൻ ഭയങ്കര വെയിറ്റിംഗ് ആണ്. എനിക്ക് ആ ഒരു എക്സൈറ്റ്മെന്റ് എനിക്കുണ്ട്. അതായത് എന്താ പറയാ, ഇങ്ങനെ ഉള്ളിലൊരാളിങ്ങനെ വളരുന്നു, അതൊക്കെ ഓരോ മൊമെന്റും അതിങ്ങനെ എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരിക്കും അല്ലേ? സത്യമാണ്. അത് നമുക്ക് ഓരോ ദിവസം നമുക്ക് ഓരോ പ്രതീക്ഷയല്ലേ. എന്ന് വെച്ചാൽ ഓരോ ദിവസം വരുമ്പോ ഇപ്പൊ പ്രത്യേകിച്ച് ഒന്നും ചിന്തിക്കാനില്ല. ആകെ നമുക്ക് ചിന്തിക്കാനുള്ളത് ഈ ബേബിനെ കുറിച്ചിട്ട് മാത്രമായിരിക്കും ചിന്തിക്കാണ്ടായിരിക്കും. അപ്പൊ ഞാൻ തന്നെ ഇപ്പൊ നമുക്ക് മിററിന്റെ മുന്നിൽ നോക്കിയിട്ട് കുറച്ച് ചിലപ്പോൾ വലുതായിട്ടൊന്നും ഉണ്ടായിരിക്കില്ല. വയറ് വലുതായോ അപ്പൊ സൈഡിലൊക്കെ നോക്കുമ്പോ ആ ഒരു പ്രത്യേക ഒരു സന്തോഷമാണ് അങ്ങനെ കാണുമ്പോൾ.